സംതിങ് സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി സ്വീറ്റ്സ് ആണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുട്ടികൾ കഴിക്കത്തില്ലെങ്കിൽ ഈ രീതി തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇന്ന് ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ധാരാളം ഫൈബറാലും വൈറ്റമിൻസാലും സമ്പുഷ്ടമാണ് ഫ്ലാക്സ് സീഡ്. നമുക്കൊരു 1/2 കപ്പ് ഫ്ലാക്സ് സീഡ് എടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒരുപാട് ചൂടാകണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്കിത് ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന കറുത്ത എള്ളാണിത്. ഇതൊരു 1/2 കപ്പ് നമുക്കെടുക്കാം. കറുത്ത എള്ളും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ആ എള്ള് നമുക്ക് മിക്സിയിലോട്ട് മാറ്റാം. 1/2 കപ്പ് കപ്പലണ്ടി എടുക്കാം. അതും നമുക്ക് ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയിലോട്ട് മാറ്റാം. അടുത്ത ഞാൻ എടുത്തേക്കുന്ന വാൽനട്ടാണ്. അപ്പോൾ ഈ എടുത്തതിനെല്ലാം നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാണ് എല്ലാം. ഇതിനകത്ത് ബദാം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എൻ്റെ കയ്യിൽ ബദാം ഇല്ലായിരുന്നു. ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത് അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് അടിക്കുകയേ ചെയ്യാവൂ. നമുക്കൊരു കപ്പ് ശർക്കര എടുക്കാം. ഇതിനകത്ത് അഴുക്കില്ലാത്തത് കൊണ്ട് ഞാൻ നേരിട്ടങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്കിനി ഉരുക്കിയെടുക്കാം. നമുക്ക് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല, അത് തന്നെ ഉരുകി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയോ ചുക്കോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുകൂടെ ചേർക്കാം. ഈ ശർക്കര 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ, അതായത് ഒരു നൂൽ പാകമായി കഴിയുമ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഒരു നൂൽ പാകമായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയാണിത്. അതുകൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ കത്തി കൊണ്ട് മുറിച്ച് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം. പക്ഷേ ഇതിനകത്ത് നട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിത് ചെറിയ ചൂടോടാണ് ഉരുട്ടിയത്. ഇത് നമുക്ക് അന്നേരം ഒന്നും ഉരുട്ടാനൊക്കത്തില്ല. ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂടോട് മാത്രമേ ഇത് നമുക്ക് ഉരുട്ടാൻ നോക്കില്ലേ, നമ്മുടെ കൈയൊക്കെ പൊള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.